നിങ്ങൾ എപ്പോഴെങ്കിലും നല്ല വാർത്ത കേട്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങളുടെ ഹൃദയം അത് വിശ്വസിക്കാൻ കഴിയാത്തത്ര ക്ഷീണിതമായിരുന്നു. നമ്മുടെ കാലത്തുപോലും വെടിനിർത്തലിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. സംഘർഷം നിലയ്ക്കുന്ന നിമിഷങ്ങൾ, രാഷ്ട്രങ്ങൾ അക്രമത്തിൽ നിന്ന് പിന്മാറുമ്പോൾ. ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ, അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ സമാധാന പ്രഖ്യാപനങ്ങളുണ്ട്. ആ വാർത്ത കേൾക്കുന്നവരുടെ ഹൃദയം ഉടൻ ശാന്തമാകുന്നില്ല. കാരണം ഭയം ഒറ്റരാത്രി കൊണ്ട് അപ്രത്യക്ഷമാകില്ല. വിശ്വാസം സമയമെടുക്കും. ചരിത്രം ഇത് മുമ്പ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ലോകം ഈ പ്രഖ്യാപനം കേട്ടു. യുദ്ധം അവസാനിച്ചു. എന്നാൽ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനങ്ങൾക്ക് ശേഷം പലർക്കും ഉടനടി സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. സമാധാനം വന്നു. പക്ഷെ അവരുടെ ഹൃദയം വേദനയുടെ നിഴലിലായിരുന്നു. വാർത്ത സത്യമായിരുന്നു. പക്ഷേ ഹൃദയം അത് വിശ്വസിക്കാൻ സമയമെടുത്തു. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ കൃത്യമായി ഇവിടെയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വാർത്ത അവർ കേൾക്കുന്നു: അവൻ ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും അവർ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഒരു ശാന്തമായ ദുഃഖമുണ്ട്. ശിഷ്യന്മാർ മത്സരികളല്ല. അവർ നിസ്സംഗരല്ല. അവർ മുറിവേറ്റവരാണ്. അവർ ദുഃഖിക്കുന്നു. അവർ ക്ഷീണിതരാണ്. മഗ്ദലന മറിയ അവരുടെ അടുത്തേക്ക് വരുന്നു, അവളുടെ ശബ്ദത്തിൽ പ്രത്യാശയോടെ. ഞാൻ കർത്താവിനെ കണ്ടു. പക്ഷേ അവർക്കത് സ്വീകരിക്കാൻ കഴിയില്ല. മറ്റുള്ളവരും ഇതേ സന്ദേശവുമായി വരുന്നു. ഇപ്പോഴും അവരുടെ ഹൃദയങ്ങൾ അടഞ്ഞുകിടക്കുന്നു. ചിലപ്പോൾ നമ്മളിവിടെ സ്വയം തിരിച്ചറിയുന്നു. കാരണം നമ്മളും സന്ദേശം കേട്ടിട്ടുണ്ട്: അവൻ ജീവിച്ചിരിക്കുന്നു. എന്നിട്ടും നാം മടിക്കുന്ന നിമിഷങ്ങളുണ്ട്. പ്രാർത്ഥന ശൂന്യമായി തോന്നുന്ന നിമിഷങ്ങൾ. പ്രത്യാശ അകലെയായി തോന്നുന്ന നിമിഷങ്ങൾ. നാം ജീവിക്കുന്ന നിമിഷങ്ങൾ. ക്രിസ്തു ഇപ്പോഴും ശവകുടീരത്തിലാണെന്ന പോലെ. എന്നിട്ടും യേശു വരുന്നു. അവൻ പൂർണ്ണ വിശ്വാസത്തിനായി കാത്തിരിക്കുന്നില്ല. അവൻ നമ്മുടെ ഭയത്തിലേക്ക് പ്രവേശിക്കുന്നു. അവൻ നമ്മുടെ സംശയത്തിൽ നിൽക്കുന്നു. സുവിശേഷം നമ്മോട് പറയുന്നു. അവൻ അവരെ ശാസിക്കുന്നു. അപലംബിക്കാനല്ല, പക്ഷേ ഉണർത്താൻ. ലജ്ജിക്കാനല്ല, പക്ഷേ സുഖപ്പെടുത്താൻ. പിന്നെ അപ്രതീക്ഷിതമായൊന്ന്. അവൻ അവരെ ഒരു ദൗത്യമേൽപ്പിക്കുന്നു. സൗമ്യമായും എന്നാൽ ദൃഢമായും ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രഖ്യാപിക്കുക. അവർ തയ്യാറാകുമ്പോഴല്ല, അവർ ശക്തരാകുമ്പോഴല്ല, പക്ഷേ ഇപ്പോൾ. അവർ ഉള്ളതുപോലെ. ദുർബലമായത് അനിശ്ചിതത്വം. ഇപ്പോഴും വിശ്വസിക്കാൻ പഠിക്കുന്നു. ഇതാണ് കൃപയുടെ രഹസ്യം. നമ്മൾ തയ്യാറായതുകൊണ്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത്. അവൻ നമ്മെ തിരഞ്ഞെടുക്കുന്നത് അവൻ വിശ്വസ്തനായതുകൊണ്ടാണ്. ഒരിക്കൽ തകർന്ന മേരി മഗ്ദലേന ആദ്യ സാക്ഷിയായി മാറുന്നു. ശിഷ്യന്മാർ ഒരിക്കൽ ഭയപ്പെട്ടിരുന്നു. സഭയുടെ വ്യർത്ഥാവായി മാറുന്നു. പതുക്കെ ഭയം ധൈര്യമായി മാറുന്നു. സംശയം ബോധ്യമായി മാറുന്നു. നിശബ്ദത പ്രഖ്യാപനമായി മാറുന്നു. ഇതെല്ലാം ആരംഭിക്കുന്നു ഒരു കൂടിക്കാഴ്ചയോടെ. അതേ കൂടിക്കാഴ്ച നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. വചനത്തിൽ, യൂക്കറിസ്റ്റിൽ, കൃപയുടെ നിശബ്ദ ചലനങ്ങളിൽ. അപ്പോൾ ഇന്ന് നമുക്കുള്ളിൽ തന്നെ കേൾക്കാം: എന്റെ ഹൃദയം ഇപ്പോഴും എവിടെയാണ് ക്ഷീണിച്ചിരിക്കുന്നത്? എവിടെയാണ് ഞാൻ വിശ്വസിക്കാൻ പാടുപെടുന്നത്? എവിടെയാണ് ഞാൻ ഭയത്തെ മുറുകെ പിടിക്കുന്നത്? ആ സ്ഥലം അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവരിക. കാരണം ഉയർത്തെഴുന്നേച്ച കർത്താവ് അവിടെ പ്രവേശിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം നമ്മെ അയക്കുന്നു. ഗോ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോകുക. നിങ്ങളുടെ ജോലിയിലേക്ക് പോകുക. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പോകുക. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് തോന്നിയില്ലേക്കാം. നിങ്ങൾക്ക് അനിശ്ചിതത്വം തോന്നിയേക്കാം. പക്ഷേ ഓർമ്മിക്കുക, അവർക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടും അവരിലൂടെയാണ് സുവിശേഷം ലോകത്തിലെത്തിയത്. നമ്മളിലൂടെ അത് തുടരണം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. എന്നെ ഞാനായിരിക്കുന്ന അതുപോലെ നിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷിയാകാൻ അയക്കണമേ. ആമേൻ.